ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസൊക്കെ വാട്സപ്പ് ചെയ്ത് തരാമെന്നാണ്. വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് 20 to 30 സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. നിങ്ങളുടെ പെറ്റ്സിനെ കൂടുതൽ ക്ലിയർ ആയിട്ട് കിട്ടുന്ന വിധത്തിൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ പെറ്റ്സിൻ്റെ റേറ്റും ഡീറ്റെയിലും കാര്യങ്ങളും വാട്സപ്പ് ചെയ്യാമെന്നാണ് നമ്മുടെ നമ്പർ. വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് പെറ്റ്സുകൾ വന്നിരിക്കുന്നത് പട്ടാമ്പി എന്നാണ്. ആഫ്രിക്കൻ ലവ് ബേഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ബ്ലൂ ഫിഷറും കൊബാൾട്ട് ഫിഷറുമാണ് പെയറായിട്ടുള്ള ആഫ്രിക്കൻ ലവ് ബേഡുകൾ. ഒരു പെയറിനായിട്ട് ചോദിക്കുന്നത് 1600 രൂപയാണ് ഒരു ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ പെയറിനായിട്ട് ചോദിക്കുന്നത്. ഇതിൻ്റെ പ്രായം വന്നിട്ട് 5 മാസമാണ് പ്രായമായിട്ടുള്ളൂ. 1600 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പെറ്റ്സിൻ്റെ മേഖലയിലുള്ളവരാണെങ്കിൽ പെറ്റ്സിന് മാക്സിമം മാർക്കറ്റിംഗ് ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. എന്നാലാണ് ബ്രീഡർമാർക്ക് നല്ലൊരു വരുമാനം ഈ മേഖലയിൽ നിന്ന് കിട്ടുള്ളൂ. അടുത്തായിട്ട് നമുക്ക് പാലക്കാട് നിന്നാണ് പ്രാവുകളൊക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയർ ഫാൻറ്റെയിൽസ് വന്നിരിക്കുന്നത് 1000 രൂപയാണ് ഒരു പെയറിന് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 2 ബ്രീഡിംഗ് പെയർ ഉണ്ട് ഫാൻറ്റെയിൽസ്. അതേപോലെ തന്നെ 3 ചിക്സ് ഉണ്ട്. ബ്രീഡിംഗ് പെയറിന് 1000 രൂപ. ചിക്സിന് വന്നിരിക്കുന്നത് പീസ് റേറ്റ് 400 രൂപയാണ് ചോദിക്കുന്നത്. പീസ് റേറ്റ് 400 രൂപ. ഇന്ത്യൻ ഫാൻറ്റെയിൽസാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മുഗി വന്നിട്ടുണ്ട് അവിടുന്ന്. അപ്പോൾ ഇത് അടുത്തൊരു ബ്രീഡിംഗ് പെയർ വിത്ത് ചിക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഫാൻറ്റെയിൽസാണ് വന്നിരിക്കുന്നത് ബ്രീഡിംഗ് പെയറുകൾ. നല്ല കൺഫേം ബ്രീഡിംഗ് പെയറുകൾ. ബ്രീഡിംഗ് പെയറിന് 1000 രൂപയാണ് ചോദിക്കുന്നത് ഫാൻറ്റെയിൽസ്. അതേപോലെ തന്നെ മുഗിയുടെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്, റെഡും മില്ലി ബാറും. ഈ പെയറിന് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ 3 ചിക്സും കൂടി ഉണ്ട്. മുഗിയുടെ പീസ് റേറ്റ് 200 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് റോഡ് വീലറിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കോഴിക്കോടാണ് ലൊക്കേഷൻ. നല്ല അടിപൊളി ഒരു റോട്ടിൻ്റെ ഫീമെയിൽ, 4 മാസം പ്രായമായത്, വിത്ത് KCI 15000 രൂപയാണ് ചോദിക്കുന്നത്. ഫിക്സഡ് റേറ്റാണ് 15000 രൂപ വിത്ത് KCI ഉള്ള ഫീമെയിൽ പപ്പി, 4 മാസമായത്. അപ്പോൾ ഇതിൻ്റെ ഫാദർ സൈഡ് വന്നിരിക്കുന്നത് ടെർനാഡോൻ്റെ സണ്ണാണ് ഫാദർ വന്നിരിക്കുന്നത്. അതേപോലെ മദർ വന്നിരിക്കുന്നത് മിർക്കോൻ്റെ ഡോട്ടറാണ് മദർ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ലൈൻ വരുന്ന പപ്പിയാണ് വന്നിരിക്കുന്നത്. കോഴിക്കോടാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ആ ഫാദറിൻ്റെയും മദറിൻ്റെയും വീഡിയോ ഫോട്ടോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പാരൻ്റ് ലൈൻ വരുന്ന പപ്പിയാണ് വന്നിട്ടുള്ളത്. 4 മാസമായിട്ടുള്ളത്. 15000 രൂപ ഫിക്സഡ് റേറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. നല്ല അടിപൊളി ഒരു ഫീമെയിൽ പപ്പി, 4 മാസം പ്രായമായത്. അപ്പോൾ ബ്രീഡിംഗ് പർപ്പസിനൊക്കെ നല്ല അടിപൊളി ലൈൻ റോട്ടിൻ്റെ പപ്പീസിനെ അന്വേഷിക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയതാണ്. പ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 10 ഫെദർ കഴിഞ്ഞിട്ടുള്ള സാറ്റിൻ്റെ സാറ്റിനാണ് വന്നിരിക്കുന്നത്. അഡൽട്ടാണ് വന്നിരിക്കുന്നത്. 10 ഫെദർ കഴിഞ്ഞത് സാറ്റിന് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 350 രൂപ. അതേപോലെ ഹിപ്പിയും 10 ഫെദർ കഴിഞ്ഞിട്ടുള്ളതാണ്. അഡൽട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 350 രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത്. സാറ്റിനുണ്ട്, നല്ല അടിപൊളി ഹിപ്പികളുണ്ട്. പീസ് റേറ്റ് 350 രൂപയാണ് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കൊയിലാണ്ടിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ജാക്കോബി മിക്സും അതുപോലെ ഹിപ്പിയുടെ ബ്രീഡിംഗ് സെറ്റാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. നല്ല ഹെവി സൈസുള്ള ബേഡുകളാണ് വന്നിരിക്കുന്നത്. ഇത് പീസ് റേറ്റ് 500 രൂപ ബ്രീഡിംഗ് സെറ്റുകൾ. പീസ് റേറ്റ് 500 രൂപ. അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളാണ് നമുക്ക് ഇവിടുന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് നിന്ന്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 9ഓളം ബ്രീഡിംഗ് പെയറുകളുണ്ട്. ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ പല വെറൈറ്റിയിലുള്ളത് 9ഓളം ബ്രീഡിംഗ് പെയറുകൾ.
അപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുള്ളത് ആ കേജ്, ബ്രീഡിംഗ് ബോക്സ്, അതേപോലെ ബേഡുകൾ, ചൈന കേജ്, ബ്രീഡിംഗ് ബോക്സ്, ആഫ്രിക്കൻ ലവ് ബേഡ് എല്ലാം കൂടി ഒരു സെറ്റ് വരുന്നത് 3000 രൂപയുടെ ഉണ്ട്, അതേപോലെ 3500 രൂപയുടെ ഉണ്ട്. അപ്പോൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ 9 പെയറും 9 ബ്രീഡിംഗ് പെയറുകളും അതേപോലെ കേജൊക്കെ എടുക്കുകയാണെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ടാണ് എല്ലാം കൂടി കൊടുത്ത് ഒഴിവാക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ബ്രീഡിംഗ് പെയറുകളാണ് വന്നിരിക്കുന്നത്. ആ ബ്രീഡിംഗ് ബോക്സ്, അതേപോലെ തന്നെ ചൈന കേജ്, ബ്രീഡിംഗ് പെയർ, ഇതെല്ലാം കൂടി 3000 രൂപയ്ക്കാണ് വരുന്നുള്ളൂ. ഓരോ പെയറിൻ്റെയും മൊത്തം എമൗണ്ടായിട്ട് 3000 രൂപ. അതേപോലെ 9 ബ്രീഡിംഗ് പെയറുകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ ബൾക്കായിട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ബ്രീഡിംഗ് പെയറുകളെ സെറ്റ് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് മാത്രമാണ് കൊടുത്ത് ഒഴിവാക്കുന്നത്. അപ്പോൾ ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ബ്രീഡിങ്ങിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ നോക്കുന്നവരാണെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബേഡുകളാണ്. അപ്പോൾ അർജൻറ്റ് സെയിലാണ്. അപ്പോൾ ഇതിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സിംഗിളായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സിംഗിളായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രീഡിംഗ് ബോക്സും അതേപോലെ തന്നെ ചൈന കേജും അതുപോലെ ഈ ബേഡൊക്കെ വാങ്ങുമ്പോൾ എന്തായാലും മിനിമം ഒരു 4000-ന് മുകളിലൊക്കെ റേറ്റ് വരും. 3000 രൂപയ്ക്കാണ് നമുക്കിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അത്രയും റേറ്റ് കുറവിനാണ് കൊടുക്കുന്നത്. തുടക്കക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ കറക്റ്റ് പാകമാണ്. നല്ല ബേഡുകൾ, ബ്രീഡിംഗ് പെയറുകൾ, അതേപോലെ ബ്രീഡിംഗ് ബോക്സ്, പ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ ലാഹോറാണ് വന്നിരിക്കുന്നത്. അമേരിക്കൻ ലാഹോറിൻ്റെ പെയർ 700 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു അടിപൊളി പെയറാണ് വന്നിരിക്കുന്നത്. 700 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഇവിടുന്ന് വന്നിരിക്കുന്നത് ഹോമറുകൾ വന്നിട്ടുണ്ട്. നല്ല റേറ്റ് കുറവിനാണ് ഹോമറുകൾ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഹോമറിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 150 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. 150 രൂപ ഹോമറിൻ്റെ മെയിൽ. അതുപോലെ തന്നെ അവിടുന്ന് ഹോമറിൻ്റെ 2 ഫീമെയിൽസും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് 2 ഫീമെയിലുകളാണ്. ഈ 2 കൂടി ചോദിക്കുന്നത് 350 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 350 രൂപയാണ് ഈ 2 ഫീമെയിൽസിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് ഇവിടുന്ന് ബേഡുകളൊക്കെ വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നല്ല നല്ല പ്രാവുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു കോഴിക്കൂടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മലപ്പുറം അരീക്കര രാമപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 1500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. 1500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ കോഴിക്കോട്. ഡാഷ് കണ്ടിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഒരു മെയിൽ പപ്പിയും ഒരു ഫീമെയിൽ പപ്പിയും 40 ദിവസം പ്രായമായ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഒരു മെയിൽ പപ്പിയുണ്ട്, ഒരു ഫീമെയിൽ പപ്പിയുണ്ട്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോട്ടയാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 3000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി പേർഷ്യൻ ക്യാറ്റിൻ്റെ കിറ്റൻസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മൊത്തം 7 കിറ്റൻസ് സെയിലിനായിട്ടുണ്ട്. മദർ വന്നിരിക്കുന്നത് ഡോൾ ഫേസും ഫാദർ വന്നിരിക്കുന്നത് സെമി പഞ്ചാണ് വന്നിരിക്കുന്നത്. ഡോൾ ഫേസിൻ്റെ കിറ്റൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആഷ് കളർ 2 ഫീമെയിൽസ്, ഡൈലൂട്ട് കാലിക്കോ 2 ഫീമെയിൽസ്, ജിഞ്ചർ കളറിൽ 2 മെയിലും 1 ഫീമെയിലും, മൊത്തം 5 ഫീമെയിൽ കിറ്റൻസും ഒരു 2 മെയിൽ കിറ്റൻസാണ് ഉള്ളത്. പീസ് റേറ്റ് 3500 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അതേപോലെ ബൾക്ക് സെയിലുണ്ട്. ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ 15000 രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. 15000 രൂപ ബൾക്ക് സെയിൽ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കണ്ണൂരാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പേരൻസിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഡോൾ ഫേസിൻ്റെ കിറ്റൻസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കണ്ണൂരാണ് ലൊക്കേഷൻ. അപ്പോൾ നിങ്ങൾ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നവർ മാക്സിമം മാർക്കറ്റിങ് കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം എന്നാലാണ് നല്ലൊരു വരുമാനം കിട്ടുള്ളൂ. കാരണം പെറ്റ്സിൻ്റെയൊക്കെ റേറ്റ്
ഇത്തിരി താഴത്തോട്ട് പോകാൻ കുറച്ചാളും കഴിഞ്ഞ് നല്ലൊരു റേറ്റിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അത്ര നല്ല ഡയറക്റ്റ് മാർക്കറ്റിംഗ് കണ്ടെത്താൻ ശ്രമിക്കുക. അതാണ് കൂടുതലും പെറ്റ്സ് വളർത്തുന്നതുകൊണ്ട് ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ ബ്രീഡേഴ്സിന്. അപ്പോൾ അതിന് നമ്മുടെ ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതാണ്. നിങ്ങളുടെ പെറ്റ്സിൻ്റെ സെയിലിനായിട്ട് നമ്മുടെ ചാനൽ വഴിയായിട്ട് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസും ഒരുപാട് പേർക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സെയിലിനുള്ള നമ്മുടെ നമ്പർക്ക് വീഡിയോസ് അയച്ചു തരാൻ ശ്രമിക്കാം.